ഷാബു പ്രസാദ്, ഇവിടെ രാഷ്ട്രീയമായിട്ടുള്ള നേരിടലാണ് നടത്തുന്നത് CPM. അത് മാത്രമല്ല UDF പോലും ഇക്കാര്യത്തിൽ ഇത് വെറും അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞ് തള്ളിക്കളയുകയാണ് ചെയ്യുന്നത്. തെരഞ്ഞെടുപ്പാണ്, നമുക്കറിയാം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിക്കും, മുൻപ് സംഭവിച്ചിട്ടുള്ളതാണ്, ഇത്തരത്തിലുള്ള കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം വന്നതാണ്, വട്ടമിട്ട് പറഞ്ഞിട്ടുള്ളതാണ്, പക്ഷേ ഒന്നും നടന്നില്ല. മഞ്ജുഷേ, ഇവിടെ ഇപ്പൊ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഇപ്പൊ മഞ്ജുഷും അതേ ചോദ്യമാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് ഇത്രയും കാലം ഇവിടെ ED വന്നു, എന്തുണ്ടാക്കി, രാജ്യം മുഴുവൻ പലരെയും അറസ്റ്റ് ചെയ്യുന്നു, എന്താണ് EDയും CBIയും ഒന്നും ക്ലിഫ് ഹൗസിലേക്ക് കയറാത്തത്, അത് നിങ്ങൾ തമ്മിലുള്ള അഡ്ജസ്റ്റ്മെൻ്റ് അല്ലേ, അങ്ങനെയല്ലേ, ഇങ്ങനെയല്ലേ, ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ആർക്കും ചോദിക്കാവുന്ന കാര്യമേ. പക്ഷേ നിങ്ങളുടെയോ എൻ്റെയോ അല്ലെങ്കിൽ ഈ ചോദിക്കുന്നവരുടെയോ ആ വിഷ് ആൻഡ് വിംസിനനുസരിച്ച് പ്രവർത്തിക്കേണ്ട ഒരു ഏജൻസി അല്ല ഈ പറഞ്ഞ പോലെ കേന്ദ്ര ഏജൻസികൾ എന്ന് പറയുന്നത്. അവർക്ക് പ്രവർത്തിക്കുന്നതിന് വളരെ കൃത്യമായ മാർഗങ്ങളുണ്ട്. അതിനനുസരിച്ച് മാത്രമേ അവർ പ്രവർത്തിക്കുകയുള്ളൂ. അല്ലാതെ എൻ്റെയോ നിങ്ങളുടെയോ ചോദ്യങ്ങളെ തൃപ്തിപ്പെടുത്തുക എന്നുള്ളത് ഈ കേന്ദ്ര ഏജൻസിയുടെയും EDയുടെയും CBIയുടെയും ഒന്നും ജോലിയല്ല. അത് നിങ്ങളുടേതായ, നമ്മളൊക്കെ അവരവരുടേതായ ലോകത്ത് അവരവരുടെ ലോജിക്കനുസരിച്ച് നമുക്ക് എന്ത് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ ഒരു കാര്യം ഞാൻ പറയട്ടെ. 2015-16 ആ സമയത്താണ് ഈ നാഷണൽ ഹെറാൾഡ് കേസ് ED അന്വേഷണം തുടങ്ങിയത്. പക്ഷേ രാഹുൽ ഗാന്ധിയെയും സോണിയാഗാന്ധിയെയും ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചപ്പോഴാണ്. അത് 2022-23 അന്വേഷണം തുടങ്ങി 6-7 വർഷം കഴിഞ്ഞിട്ടാണ്. കാരണം ഇവിടെ ബഹുമാനപ്പെട്ട ഷോൺ ജോർജ് വളരെ കൃത്യമായിട്ട് പറഞ്ഞു, ഇവരെല്ലാവരും ഈ ED അന്വേഷിക്കുന്ന കേസുകൾ, അതിൻ്റെ അകത്തെ പ്രതികൾ, അവരെ ആരെ പറ്റിയാണോ അന്വേഷിക്കുന്നത് അവരൊന്നും അത്ര നിസ്സാരക്കാരല്ല. എന്നെപ്പോലെയോ നിങ്ങളെപ്പോലെയുള്ള സാധാരണക്കാരല്ല. നല്ല ഒന്നാന്തരമായിട്ട് നിൽക്കാൻ പഠിച്ച കള്ളന്മാരാണ്. എങ്ങനെ വേണമെന്നൊന്നും കാര്യം, അഴിമതി നടത്തി നല്ല തഴക്കവും പഴക്കവും വന്ന അതിൻ്റെ അകത്ത് അങ്ങേയറ്റത്തെ എക്സ്പെർട്ടൈസ് ഉള്ള ആൾക്കാരാണിവർ. അതുകൊണ്ട് തന്നെ അവർക്കെതിരെ അന്വേഷണം നടക്കുമ്പോൾ അതിനെ അത്രത്തോളം അവധാനതയോടുകൂടി അതിൻ്റെതായ സമയമെടുത്ത് ചെയ്യാൻ കഴിയുകയുള്ളൂ. അത് എൻ്റെയും നിങ്ങളുടെയും ആഗ്രഹത്തിനോ ചോദ്യങ്ങൾക്കോ ഒന്നും വിധേയവുമല്ല. ഇപ്പോൾ കരുവന്നൂരിന്റെ ഉദാഹരണമായിട്ട് പറയുന്നുണ്ട് ശ്രീ ഷാബു പ്രസാദ്. കരുവന്നൂരിൽ ED എന്ത് ചെയ്തു എന്നുള്ളതാണല്ലോ അവസാനത്തെ ചോദ്യം. ഇപ്പോൾ ഇന്നലെ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആലത്തൂരിലെ BJP സ്ഥാനാർത്ഥിയായ TN സരസുവിനോട് ഫോൺ ചെയ്തിട്ട് പറയുകയാണ്, കരുവന്നൂരിൽ ആരെയും വെറുതെ വിടുകയില്ല, അവിടെ കൃത്യമായ നടപടി ഉണ്ടാകും എന്ന്. അപ്പോൾ ഇതൊക്കെ ഈ പൊതുസമൂഹത്തെ കേൾപ്പിക്കുവാൻ നടത്തുന്ന തന്ത്രങ്ങളാണോ എന്നുള്ള സംശയം അവിടെ ഉയരുകയാണ്. ഇതുവരെ കുറെ ചോദ്യം ചെയ്യലുകളിൽ ഒതുങ്ങി നിന്ന ED ഈ തെരഞ്ഞെടുപ്പ് അടുത്ത സമയത്ത് പുതിയ എന്തെങ്കിലുമായിട്ട് രംഗത്ത് വരും എന്നതിൻ്റെ ഒരു വാർണിംഗ് സൈൻ അതാണോ പ്രധാനമന്ത്രി നൽകിയത് എന്ന സംശയം പോലും ഉയരുന്നുണ്ട്. അതിൻ്റെ പിറ്റേന്ന് തന്നെയാണ് EDയുടെ ECIR വന്നിരിക്കുന്നത്. മഞ്ജുഷേ, പ്രധാനമന്ത്രി പ്രൊഫസർ സരസുവിനോട് പറഞ്ഞത് അവരുടെ ചോദ്യത്തിനുള്ള ഉത്തരമാണ്. പ്രൊഫസർ സരസു എന്താണ് ചോദിച്ചതെന്ന് നമ്മൾ കേട്ടതാണല്ലോ. കേരളത്തിലെ കോർപ്പറേറ്റ് മേഖലയിൽ നടക്കുന്ന സാധാരണക്കാരൻ്റെ പണം ഉപയോഗിച്ചുകൊണ്ടുള്ള കൊള്ള, ഇതിന് അങ്ങേക്ക് എന്താണ് ചെയ്യാൻ കഴിയുക, പ്ലീസ് അങ്ങ് എന്തെങ്കിലും ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ അതിനുള്ള ഉത്തരമാണ് നരേന്ദ്രമോദി നൽകിയത്. അത് തീർച്ചയായും അത് പൊതുസമൂഹം കേൾക്കേണ്ടത് തന്നെയുമാണ്. അല്ലാതെ ഒരു ഇലക്ഷൻ സ്റ്റണ്ടായിട്ട് വേണമെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് പറയാം. പക്ഷേ അദ്ദേഹം പറഞ്ഞ ഓരോ വാക്കും അതിന് വാല്യൂ ഉണ്ട്. അത് പൊതുജനം കേൾക്കുന്നതുകൊണ്ട് എന്താ ഇത്ര പ്രശ്നം, എന്താ അതിൻ്റെ അകത്ത് എന്താ കുഴപ്പം, എന്താ? നമ്മൾ അതിൻ്റെ ഓരോന്നിനും ഓരോ അന്വേഷണത്തിനും അതിൻ്റേതായ സമയം കൊടുത്ത് നമ്മൾ കാത്തിരിക്കുക എന്നുള്ളതല്ലാതെ പ്രത്യേകിച്ച് ED ഇന്ന സമയത്ത് അന്വേഷിക്കണം, ഇന്ന സമയത്ത് അന്വേഷിക്കരുത് എന്നൊന്നും പറയാൻ നമുക്ക് കഴിയില്ല. ഇപ്പോൾ ഇവിടെ ഷോൺ പറഞ്ഞു, ഈ വർഷം ഇവിടെ എന്താണ് പാർലമെന്റ് ഇലക്ഷനാണ്, അടുത്ത വർഷം പഞ്ചായത്ത് ഇലക്ഷനാണ്, അതിൻ്റെ അടുത്ത വർഷം നിയമസഭാ ഇലക്ഷനാണ്. ഇങ്ങനെ തെരഞ്ഞെടുപ്പുകളൊക്കെ എല്ലാ വർഷവും മാറി മാറി വന്നുകൊണ്ടിരിക്കും. 3 വർഷം അടുപ്പിച്ച് കേരള തെരഞ്ഞെടുപ്പാണ്. അപ്പം ഇനി ഈ തെരഞ്ഞെടുപ്പ് കഴിയുന്നതും വരെ ഒന്നും ചെയ്യണ്ട എന്നാണ്. ഇപ്പൊ കേജ്രിവാളിന്റെ കാര്യം, കേജ്രിവാളിന് ED നോട്ടീസ് കൊടുത്തിട്ട് എത്ര നാളായി? 6-7 മാസം മുമ്പ് കൊടുത്ത നോട്ടീസ് കൊടുത്ത് അത് ED ധൈര്യം ഉണ്ടെങ്കിൽ എന്നെ തുടരാ, വാടാ,
ആരട വീര പോരിന് ഓടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വെല്ലുവിളിച്ച് നെഞ്ചും വിരിച്ച് ഈ 6-7 മാസം കഴിഞ്ഞപ്പോൾ അപ്പോഴത്തേക്ക് ഇലക്ഷനും എത്തി. സത്യത്തിൽ ഈ ഇലക്ഷൻ വരെ നീട്ടിക്കൊണ്ടുപോയത് കെജ്രിവാൾ തന്നെയാണ്. ഇപ്പം ഇതേ മാർഗത്തിലാണ് ഇപ്പൊ തോമസ് ഐസക്ക് ഇങ്ങനെ എന്താണ് പാണ്ടിലോറിയുടെ മുമ്പില് തവള മസിൽ പിടിച്ച് നിൽക്കുന്ന മാതിരി നിൽക്കുന്നത്. ഇപ്പൊ കാണിച്ചു തരാം, ധൈര്യം ഉണ്ടേ വാ എന്നൊക്കെ പറഞ്ഞുണ്ട്. ഒരു സുപ്രഭാതത്തിൽ വന്ന് EDക്ക് ഇലക്ഷനും ഇല്ല, അവർക്ക് അവരുടെ ജോലി മാത്രമേ ഉള്ളൂ. അവർ വന്ന് പത്തനംതിട്ട വന്ന് തൂക്കിയെടുത്തുകൊണ്ട് പോകും. അപ്പൊ കിടന്ന കയ്യും കാലും വിട്ടടിക്കും. അയ്യോ തല്ലുന്നേ കൊല്ലുന്നേ നാട്ടുകാരെ ഓടിവായോ എന്ന് പറഞ്ഞു. ഇതാണ് ഇപ്പൊ നടക്കാൻ പോകുന്നത്. ശരി ശ്രീ ഷാബു പ്രസാദ്, ശ്രീ ടൈമിങ്ങിന്റെ കാര്യത്തെ കുറിച്ച് ഷാബു പറഞ്ഞതിനോട് താങ്കൾ യോജിക്കുന്നുണ്ടോ? അങ്ങനെ ടൈമിംഗ് നോക്കുകയാണെങ്കിൽ എല്ലാ കാലത്തും കേരളത്തിൽ ഇലക്ഷനാണ്, 3 വർഷം അടുപ്പിച്ച് ഇലക്ഷൻ ടൈമാണ്. അപ്പോൾ പിന്നെ കേന്ദ്ര ഏജൻസികൾക്ക് എങ്ങനെ പ്രവർത്തിക്കാൻ കഴിയുമെന്ന്? കേന്ദ്ര ഏജൻസികൾക്കൊക്കെ പ്രവർത്തിക്കാൻ പറ്റും. ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു TV ചർച്ചയിൽ പങ്കെടുക്കുന്ന ഒരു സുഹൃത്താണ് ഷാബു പ്രസാദ്. 2014 ഈ 2G അഴിമതി കേസ് എന്തായി ശ്രീ ഷാബു പ്രസാദ്? 2014 മുതൽ 2024 വരെ നിങ്ങളാണ് ഇവിടെ ഭരിച്ചത്. ഒരു കനിമൊഴിയെയും ഒരു രാജേനെയും പിടിച്ചിട്ട് 6 മാസം അകത്തിടാൻ കഴിഞ്ഞത് ഒഴിച്ച് നിങ്ങൾക്ക് എന്താണ് ആ കേസിൽ പുറത്തു കൊണ്ടുവരാൻ പറ്റിയിരിക്കുന്നത്? ഒന്നും പുറത്തു കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല. അതിനുശേഷം ഈ 2G അഴിമതി കേസ് ജനങ്ങൾ കേൾക്കുന്നത് ഇപ്പൊ ആ കേസ് എന്തോ ഒറ്റ വാചകത്തിൽ ഞാൻ അതിന്റെ മറുപടി പറയാം. അതായത് 2G കേസ് 2014 മോദി സർക്കാർ അധികാരത്തിൽ എത്തുന്നതിന് മുൻപ് തന്നെ ആ സംഭവം അതിനു മുമ്പുണ്ടായിരുന്ന UPA സർക്കാർ അന്വേഷിച്ച് സാധനം കോടതിയിൽ എത്തിക്കഴിഞ്ഞിരുന്നു. അവരുടേതായ അന്വേഷണം നടത്തി കോടതിയിൽ എത്തിക്കഴിഞ്ഞ് സബ് ജുഡീസായി മാറിക്കഴിഞ്ഞിരുന്നു 2014 മോദി സർക്കാർ അധികാരത്തിൽ വന്നപ്പോഴേക്ക്. അത് കഴിഞ്ഞ് മോദി സർക്കാരിനോ അന്വേഷണ ഏജൻസികൾക്കോ ഒന്നും ചെയ്യാനില്ല. ശരി, അല്ല അങ്ങനെയാണെങ്കിൽ അന്നത്തെ കാലത്ത് അന്വേഷണ ഏജൻസികൾ സ്വാധീനിക്കപ്പെടുന്നവരാണ്, ഇന്നത്തെ കാലത്ത് അങ്ങനെയല്ല എന്നുള്ള വീരവാദത്തിലേക്കാണ് താങ്കൾ വരുന്നത് ഷാബു. ശരി, ഹരിദാസ്.